ഇത് ക്ലിപ്പ് കള്ളന്മാരുടെ കാലം. ക്ലിപ്പ് കട്ടുമുറിച്ച് ഫിത്ന പരത്താൻ ഒരു സംഘം ആളുകൾ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നതായാണ് സൂചന. സുന്നി പ്രഭാഷകരുടെ പ്രസംഗങ്ങൾ തിരഞ്ഞുപിടിച്ച് കട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് തെറ്റിദ്ധാരണ പരത്തുകയാണ് ഇത്തരക്കാർ ചെയ്യുന്നത്. ചേളാരി വഹാബി മുക്കൂട്ടുമുന്നണി ലോബിയാണ് ഇത്തരത്തിൽ കള്ള ക്ലിപ്പുകൾ പ്രചരിപ്പിക്കാൻ ചുക്കാൻ പിടിക്കുന്നത്. കാന്തപുരം ഉസ്താദിന്റെ പ്രഭാഷണങ്ങൾ കട്ടുമുറിച്ച് ഖുതുബ മലയാളത്തിൽ വേണമെന്ന് പ്രചരിപ്പിച്ചതും ഇതിന്റെ ഭാഗമായിരുന്നു. കള്ളുകുടിയെക്കുറിച്ചുള്ള ത്വാഹിർ സഖാഫി മഞ്ചേരിയുടെ പ്രഭാഷണം ഒരു വർഷത്തോളമായി ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയാണ്. ത്വാഹിർ സഖാഫിയുടെ പ്രസംഗത്തിന്റെ പകുതി മുറിച്ചപ്പോൾ കള്ള് കുടിക്കണം എന്ന് നിർബന്ധിക്കുന്ന ക്ലിപ്പായി മാറി. കള്ളുകുടിയന്മാരായ ചില മുക്കൂട്ടുമുന്നണി പ്രവർത്തകരായിരിക്കാം ഇതിന്റെ പിന്നിലെന്നാണ് സോഷ്യൽ മീഡിയ ആരോപിക്കുന്നത്. ഉദാഹരണത്തിന് പറയട്ടെ, മദ്യപാൻ. രാജ്യത്തെ വലിയൊരു ജനവിഭാഗം ഇഷ്ടപ്പെടുന്നു മദ്യപാനത്തെ. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബ് മദ്യപാനത്തെ ഒരിക്കലും എതിർക്കുകയില്ല, എതിർക്കേണ്ടതില്ല, എതിർക്കാൻ റബ്ബിനാവില്ല. കാരണം റബ്ബ് നമ്മളെ സ്നേഹിക്കുന്നു. സ്നേഹമുള്ള റബ്ബ് മദ്യപിക്കരുതെന്ന് പറയില്ല. പടച്ച റബ്ബിന്റെ ശൈലി അതല്ല, മറിച്ച് പടച്ച റബ്ബ് നമുക്ക് ആവശ്യമുള്ളതൊക്കെ അനുവദിച്ച് നൽകുകയാണ്. ഇപ്പോ പ്രസംഗം റൂട്ടിലേക്ക് കയറുന്നുണ്ട്. ദൂരെ നിൽക്കുന്ന കൂട്ടുകാർക്കൊക്കെ പ്രസംഗം ശ്രദ്ധിക്കാം. കാരണം റബ്ബിന് നിങ്ങൾക്ക് അനുകൂലമായി പറയുന്നതും ഉണ്ട്. അത് ഉസ്താദുമാരൊക്കെ പലപ്പോഴും പറയാത്തതാണ്. അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ സ്വാഭാവികമായും അടുത്ത് വരാമല്ലോ. നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് റബ്ബ് മദ്യപിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. റബ്ബ് മദ്യപിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല, പറയില്ല. റബ്ബിനതിനാവില്ല. കാരണം റബ്ബ് നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ ഇഷ്ടങ്ങൾക്കെതിരെ നിൽക്കാൻ സ്നേഹിക്കുന്ന റബ്ബിന് ഒരിക്കലും ആവില്ല. ഓർത്തു നോക്കൂ, നിങ്ങളൊരു കുട്ടിയെ സ്നേഹിക്കുകയാണ്. ആ സ്നേഹിക്കുന്ന കുട്ടിയുടെ താല്പര്യങ്ങളൊക്കെ നിങ്ങൾ പരിഗണിക്കും. നിങ്ങൾക്കാവുന്നതൊക്കെ ആ കുട്ടി ആവശ്യപ്പെട്ടാൽ ചെയ്തു കൊടുക്കും. റബ്ബിന് ചെയ്യാൻ കഴിയാത്തതൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യപ്പെടുന്നതൊന്നും ചെയ്യാൻ റബ്ബ് അനുവദിക്കാതിരിക്കുന്ന പ്രശ്നമില്ല. റബ്ബ് പറഞ്ഞിരിക്കുന്നത് മദ്യപിക്കണമെന്നാണ്. മദ്യപിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മതത്തിന്റെ കൂടെ നിൽക്കാൻ മദ്യപിച്ചു പോയ അനുജന്മാരെ നിങ്ങൾക്ക് കഴിയില്ലേ? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. നാം മദ്യപിക്കണമെന്ന് പറഞ്ഞ റബ്ബിന്റെ കൂടെ നിൽക്കാൻ പഠിക്കുക. എന്താണ് ഞാൻ ഈ പറയുന്നത്? കാരണന്മാർക്ക് വേണ്ടി മുന്നിൽ സീറ്റ് ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. അവരെന്നോട് ദേഷ്യപ്പെടാക്ക, ഞാൻ ഉള്ളത് തന്നെയാ പറയുന്നത്, അലങ്കാരത്തിന് പറയുന്നൊന്നുമല്ല. റബ്ബ് തീർച്ചയായും പറഞ്ഞിരിക്കുന്നത് മദ്യപിക്കണമെന്നാണ്. അതുകൊണ്ടാണ് ജനങ്ങൾക്കതിൽ താല്പര്യമുണ്ടാകുന്നത്. ജനങ്ങൾക്ക് താല്പര്യമുള്ള ഒരു വിഷയത്തെ എതിർക്കാൻ റബ്ബ് ഒരിക്കലും വരില്ല. ഇത് കേൾക്കുന്ന ഏതൊരാൾക്കും കള്ളു കുടിക്കാൻ സഖാഫി സർട്ടിഫിക്കറ്റ് നൽകിയെന്ന് തോന്നിയേക്കാം. എന്നാൽ ആ സർട്ടിഫിക്കറ്റ് ക്ലിപ്പ് കള്ളന്മാർക്ക് മാത്രം. 2 വർഷം മുമ്പ് കോടമ്പുഴ ദേവാ കോളേജിൽ വെച്ച് ലഹരിയുടെ പിടിയിലമർന്ന യുവാക്കളോട് എന്ന വിഷയത്തിൽ നടത്തിയ പ്രഭാഷണമാണ് കള്ളുകുടിക്കായി മുക്കൂട്ടുമുന്നണി ദുരുപയോഗം ചെയ്തത്. ക്ലിപ്പ് കള്ളന്മാർ കട്ട പ്രസംഗത്തിന്റെ ബാക്കി ഭാഗം കേൾക്കാം. പടച്ച റബ്ബ് നമ്മോട് എന്തേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ? മോനെ, നീ കുടിക്കണമെന്നാണ് റബ്ബിന്റെ ഭാഷ. നീ കുടിക്കണമെന്നാണ് റബ്ബിന്റെ ഭാഷ. ഞാൻ എന്റെ കൂട്ടുകാരോട് പറയുന്നു, ഒരിക്കലും കുടിക്കരുതെന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല, പറയില്ല. മറിച്ച് റബ്ബ് ഒന്നേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അല്ലാഹു പറഞ്ഞിരിക്കുന്നത്, മോനെ, ഇപ്പോൾ നിനക്ക് പ്രായമായിട്ടില്ല, നിനക്ക് ആരോഗ്യമുറച്ചിട്ടില്ല, നിന്റെ ആമാശയം ക്ലിയറായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല, ദഹനശേഷി ക്ലിയറായി വന്നിട്ടില്ല. അതുകൊണ്ട് അല്പം ക്ഷമിക്കുക. ഇപ്പോൾ ഇവിടെ വെച്ച് നീ കുടിച്ചാൽ ഒരു തവണ ആൽക്കഹോൾ ഉപയോഗിക്കുമ്പോൾ 1500 തിരിച്ചറിവിന്റെ സെല്ലാണ് നിനക്ക് നഷ്ടപ്പെടുന്നത്. ഒരൊറ്റ തവണ മദ്യപിക്കുമ്പോൾ 1500 തിരിച്ചറിവിന്റെ സെല്ല് നിനക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ലോകരാഷ്ട്രത്തിൽ ഒരിടത്തും ഇതുവരെ മരുന്നു കണ്ടെത്താത്ത ഭീകരമായ 3 രോഗങ്ങൾ മദ്യം വഴി മാത്രം നിന്റെ ശരീരത്തിലേക്ക് കടന്നു വരുന്നു. 36 രോഗങ്ങൾക്ക് ഉപകാരണമാണ് മദ്യം. 57 രോഗങ്ങൾക്ക് മരുന്ന് ഉപകരിക്കില്ല, അഫക്ട് ചെയ്യില്ല മദ്യപാനിക്ക്. ക്യാൻസറിലെ 74% മദ്യം സ്പോൺസർ ചെയ്യുന്നതാണ്. ആക്സിഡന്റിൽ 86% മദ്യം വക വരുന്നതാണ്. രാജ്യത്ത് നടക്കുന്ന കുടുംബ കലഹങ്ങളിൽ 90% മദ്യത്തിന്റെ വകയാണ്. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന
നടക്കുന്ന വലിയ വലിയ ആക്രമണങ്ങളിൽ പ്രധാന വില്ലൻ മദ്യമാണ്. രാജ്യത്തുണ്ടാകുന്ന ജയിൽ പുള്ളികളിൽ മഹാഭൂരിപക്ഷവും മദ്യം വഴി വന്നവരാണ്. രാജ്യത്തു നടക്കുന്ന കൊലയാളികളിലെ ഭൂരിപക്ഷം മദ്യപാനികളാണ്. നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന വലിയ ആത്മഹത്യകളിൽ പ്രധാന പങ്കാളിത്തം മദ്യത്തിന്റേതാണ്. അതുകൊണ്ട് ഇപ്പോൾ മദ്യപിച്ചുകൂടാ, ഒരല്പസമയം കാത്തിരിക്കുക. ഒരല്പസമയം, ഒരു 70 കൊല്ലം, കേവലം ഒരു 70 കൊല്ലം, ആ 70 കൊല്ലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നിനക്ക് കഴിഞ്ഞാൽ മോനെ, നിന്റെ മുമ്പ് 70,000 കൊല്ലമല്ല, 7,000 കോടി വർഷം അല്ല നിന്റെ മുമ്പ് കഴിഞ്ഞുപോയത്. ഇനി വരാനിരിക്കുന്നത് 70,000 കോടി വർഷവുമല്ല. ആ ദീർഘമായ കാലയളവിൽ കേവലം 70 കൊല്ലം, വളരെ ചെറിയൊരു കാലഘട്ടം, ഒരു ചെറിയ സോഡ കുടിക്കുന്ന ടൈം. ആ 70 കൊല്ലം ചെറുതായി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നിനക്ക് കഴിഞ്ഞാൽ നിനക്ക് 70 വർഷത്തിന്റെ ശേഷം ഒരു ജീവിതം വരാനുണ്ട്. അവിടെ നിനക്കൊരു ശരീരം വരാനുണ്ട്. ആ ശരീരത്തെ ആക്രമിക്കാൻ രോഗാണുക്കൾ ശ്രമിച്ചാൽ നടക്കൂല. ആ ശരീരത്തിന് ക്ഷീണമില്ല, ആ ശരീരത്തിന് രോഗമില്ല, ആ ശരീരത്തിന് ടെൻഷനില്ല, ആ ശരീരത്തിന് വിഷമമില്ല, ആ ശരീരത്തിന് ഒരു പ്രയാസമില്ല, ഒരു ടോയ്ലറ്റ് പോകേണ്ട ബുദ്ധിമുട്ട് പോലുമില്ല. ആഗ്രഹിക്കുന്നത് മുഴുവനും ലഭിക്കുന്ന ലോകം. അങ്ങനൊരു ലോകമുണ്ട്, അങ്ങനൊരു ലോകമുണ്ട്. ഹാപ്പി, പിന്നെയോ വീണ്ടും ഹാപ്പി, പിന്നെയോ വീണ്ടും ഹാപ്പി, പിന്നെയോ വീണ്ടും ഹാപ്പി. അങ്ങനെ ഒരു ലോകം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഏകദേശം 70 കൊല്ലം കഴിഞ്ഞിട്ട്, അഥവാ ക്ലിപ്പ് കള്ളന്മാർ 6 അടി മണ്ണിലായ ശേഷം മറ്റൊരു ലോകത്ത് വെച്ച് കള്ളു കുടിക്കാമെന്ന് പ്രസംഗിക്കുന്ന ഭാഗമാണ് തെറ്റിദ്ധാരണ പരത്താൻ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത്. ജലീൽ മടവൂർ, KMIC ന്യൂസ്.